മനസ്സിനെ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൽ മുഴുകാനും ആസ്വദിക്കാനും അസ്വസ്ഥതയില്ലാതെ കടന്നു പോവാനും ഒരു കഴിവുണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നാമജപം. അപ്പം നാമജപം ഒരിക്കലും ദൈവപ്രീതിക്ക് വേണ്ടിയിട്ടല്ല, മനസ്സിനെ യോഗ്യതയാക്കുള്ളത്, മനസ്സിനെ യോഗ്യതയുള്ളതാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ആ ഒരു വിവരം നമുക്ക് എപ്പോഴും ഉണ്ടാവണം. എൻ്റെ മനസ്സ് നാളെ പല പ്രയാസങ്ങളെയും നേരിടുമ്പോൾ അത് ആസ്വദിച്ചുകൊണ്ട് അസ്വസ്ഥതയില്ലാതെ ഞാൻ അതിനെ നേരിടണമെങ്കിൽ എൻ്റെ മനസ്സ് അതിലൂടെ കടന്നു പോകുമ്പോൾ അതിനുള്ളൊരു കഴിവും പ്രാപ്തിയും വേണം. അപ്പം ഇന്ന് നമ്മൾ എത്ര കണ്ട് നാമത്തിലൊക്കെ മുഴുകുന്നുണ്ടോ അത്ര കണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യത്തിലും അത് ഉൾക്കൊണ്ടുകൊണ്ട് കടന്നു പോകാനുള്ളൊരു കഴിവ് കിട്ടും. അതല്ലേ ശരിക്കുള്ള ജീവിതം? ആണോ? അതിനാണ് നാമം ജപിക്കുന്നത്. അപ്പം നാമത്തിനും ദൈവത്തിനും തമ്മിൽ ഞാൻ മനസ്സിലാക്കിയോടത്തോളം നാമത്തിനും ദൈവത്തിനും തമ്മിൽ ഒരു ബന്ധവുമില്ല. അത് നമ്മൾ കേട്ടത് തെറ്റിയതാണ്. പ്രാർത്ഥന ദൈവത്തിന് വേണ്ടിയിട്ടല്ല, പ്രാർത്ഥനയെല്ലാം പ്രാർത്ഥിക്കുന്ന മനസ്സിന് വേണ്ടിയിട്ടാണ്, മനസ്സിനെ പരിശീലിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മുടെ ലക്ഷ്യം എന്തായിരിക്കണം? നാമം എത്ര ജപിച്ചു എന്നുള്ളതല്ല, നാമത്തിൽ എത്ര കോൺസെൻട്രേറ്റ് ചെയ്തു, മുഴുകി, ലയിച്ചു. കാരണം ഈ ലയിക്കാൻ പറ്റുന്ന മനസ്സ് വേണം നാളെ ഇഷ്ടമില്ലാത്ത അനുഭവം വരുമ്പോഴും അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് ആസ്വദിച്ചുകൊണ്ട് കടന്നുപോകാൻ. അതാണ് കൃഷ്ണനൊക്കെ സാധിച്ചത്. അതുകൊണ്ടാണ് ശിശുപാലൻ ചീത്ത വിളിക്കുമ്പോൾ ആസ്വദിച്ച് കൃഷ്ണൻ കേട്ടത്. രാമൻ അതുകൊണ്ടാണ് സീതയെ വാൽമീകി മഹർഷിയുടെ ആശ്രമത്തിലാക്കിയിട്ടും അസ്വസ്ഥനാവാതെ രാജ്യഭരണം കൊണ്ടു നടക്കാൻ പറ്റി. ഇപ്പം അവരുടെയൊക്കെ മനസ്സിനെ പ്രതികൂലമായി സംഭവിക്കുന്ന അനുഭവങ്ങളെ ഉൾക്കൊള്ളാൻ അവർ പരിശീലിപ്പിച്ചെടുത്തത് നേരത്തെ തന്നെ പരിശീലിച്ചെടുത്ത ചില മനസ്സിൻ്റെ കഴിവ് വെച്ചുകൊണ്ടാണ്. അതുകൊണ്ട് ഹരിനാമകീർത്തനം ഇതുര ചെയ്യുവതിന് ഗുരുവരുളാലേ, ഈ വാക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹരിനാമകീർത്തനം നമ്മൾ ചെയ്യുമ്പോൾ ഗുരു വേണം. ഗുരു എന്നതിന് ഒരർത്ഥം വഴി കാണിക്കാൻ ആൾ വേണം. രണ്ട്, ഗുരു എന്ന വാക്കിനർത്ഥം അറിവ് വേണം. ഗുരു തരുന്നത് അറിവാണ്. അറിവോട് കൂടിയിട്ട് വേണം നമ്മൾ ഹരിനാമകീർത്തനം നമ്മുടെ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യാൻ. ഹരിനാമകീർത്തനം എന്ന് പറഞ്ഞാൽ വെറുതെ ഹരിനാമകീർത്തനം എന്നുള്ളതല്ല പറയണത്. ഏത് നാമ ജപമായാലും, ഏത് ഭജനയായാലും, ഏത് സത്സംഗമായാലും നമ്മുടെ ലക്ഷ്യം ഒരേ ഒരു ലക്ഷ്യം. എന്താണ്? ഒരു പാട്ട് കേട്ടില്ലേ, ഒരേ ഒരു ലക്ഷ്യം ശബരിമാമല എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ലക്ഷ്യം മനസ്സിനെ അതിൽ ആസ്വദിപ്പിക്കുക, അതിൽ മുഴുകുക, അതിൽ ലയിപ്പിക്കുക. മനസ്സ് അതിൻ്റെ ലയം, മനസ്സിൻ്റെ ലയം, മനസ്സിൻ്റെ ലയം, മനസ്സിൻ്റെ ലയം. ഇത് നമ്മളെപ്പോഴും ഒരു ഓർമ്മയിൽ വെച്ചിട്ട് വേണം നമ്മുടെ സാധനാനുഷ്ഠാനങ്ങൾ ചെയ്യാൻ. ഞാൻ വളരെ വ്യക്തമായിട്ടാണ് പറയണത്. നാമം ജപിക്കുന്നത് ദൈവപ്രീതിക്ക് വേണ്ടിയിട്ടല്ല, മനോലയത്തിന് വേണ്ടിയിട്ടാണ്. ഇത് തന്നെയാണ് കൃഷ്ണൻ ഭാഗവതത്തിൽ പറയുന്നത്. ഭാഗവതത്തിൽ ഈ കാര്യം ഓർമ്മിപ്പിക്കുന്നത് സർവേ മനോനിഗ്രഹലക്ഷണാന്ത പരോഹിയോഗോ മനസസമാധി എന്ന് ഭിക്ഷുഗീതത്തിലൂടെ കൃഷ്ണൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഭിക്ഷു എന്ന് പറയുന്ന ബ്രാഹ്മണനെ കൊണ്ട് കൃഷ്ണൻ പറയിപ്പിക്കുന്നുണ്ട്. ഏകാദശ സ്കന്ധം 23-ാം അധ്യായം അവിടെ പറയുന്നുണ്ട്, ദാനം സ്വധർമ്മോ നിയമോ യമശ്ച ശ്രുതം ച കർമാണി ച സദ്വ്രതാനി സർവേ മനോനിഗ്രഹം. ഇതൊക്കെ ഞാൻ എന്തിനാ ചെയ്യുന്നത്? മനസ്സിനെ നിഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം, മനസ്സെന്ന് പറഞ്ഞാൽ ചിന്തകളെ നിഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം മറ്റു ചിന്തകളെ മനസ്സിനെ നിഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മനസ്സില്ലാതെയാക്കാന്നാണോ? മനോനിഗ്രഹം എന്നുള്ളതിൻ്റെ അർത്ഥം ചിത്തലയം എന്നാണ്. എന്താണ്? യോഗ ചിത്തവൃത്തി നിരോധ. ചിത്തവൃത്തികളെ നിരോധിക്കുക എന്ന് പറഞ്ഞാൽ ചിത്തത്തെ ലയിപ്പിക്കുക. ശ്രദ്ധിക്കും നിങ്ങൾ, ഒരു കാര്യത്തിൽ ലയിക്കുമ്പോൾ വേറെ ചിന്തകളൊന്നും വരുന്നില്ല. അതല്ലേ മനോനിഗ്രഹം. മനസ്സിനെ നിഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിനെ ഇല്ലാതെയാക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം മനസ്സിനെ വേറൊരു കാര്യത്തിൽ ലയിപ്പിക്കുമ്പോൾ, അതിൽ ലയം കൂടുമ്പോൾ വേറെ യാതൊരു ചിന്തയും വരുന്നില്ലെങ്കിൽ എന്തിനാണ് നാമം ജപിക്കുന്നത്? ചിത്തലയത്തിനാണ്, മനോലയത്തിനാണ്. ഇതെപ്പോഴും നമ്മൾ മുന്നിൽ കണ്ടിട്ട് വേണം ജപിക്കാൻ. അപ്പം ചിത്തലയത്തിലൂടെ വേണം നാമജപം. ചിത്തലയത്തോടുകൂടി വേണം
ഇതെപ്പോഴും നമ്മുടെ മനസ്സിലൊരു മന്ത്രം പോലെ നമ്മൾ സൂക്ഷിച്ചു വയ്ക്കുക. ഇത് ചിത്തലയത്തോടുകൂടി നാമം ജപിച്ചാൽ മാത്രമേ കാര്യമുള്ളൂ. അപ്പം മനസ്സിൻ്റെ ശക്തി കൂട്ടാൻ എന്താ വഴി? നാമം ജപിക്കലല്ല. നിങ്ങൾ പൊട്ടത്തരം പറയരുത്. ഞാൻ പറഞ്ഞു കംപ്ലീറ്റ് പഠിച്ചു വെക്കണമെന്ന്. നിങ്ങൾ ആ വിഡ്ഢിത്തരങ്ങൾ ഇനി ആവർത്തിക്കരുത്. നാമജപം എന്നുള്ള വാക്കങ്ങനെ പറയരുത്. ചിത്തലയത്തോടുകൂടിയുള്ള നാമജപം, അത് കംപ്ലീറ്റ് ചെയ്യണം ആ സെൻറ്റൻസ്. കാരണം ലക്ഷ്യം നാമജപം അല്ല. അപ്പം നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. നീ നാമം ജപിക്കുമ്പോൾ നിന്റെ ചിത്തം അതിൽ ലയിക്കുന്നുണ്ടോ? അല്ലാത്ത ജപം കൊണ്ടാണ് ആളുകൾക്ക് പ്രയോജനം ഇല്ലാതെ പോയത്. അപ്പം അതുകൊണ്ട് നാമജപം എന്നുള്ളൊരു വാക്ക് നമ്മൾ പറയരുത്. നമ്മളെപ്പോഴും അതിൻ്റെ മുന്നിൽ ആരെ വെക്കണം? ഗുരുവരുളാലേ ഹരിനാമകീർത്തനമുര ചെയ്തു. ഗുരുവിനെ വെച്ചിട്ട് വേണം ഹരിനാമകീർത്തനം. അപ്പോൾ ഗുരു എന്നത് അറിവാണ്, ഹരിനാമകീർത്തനം എന്നത് പറയുന്നത് സാധനയാണ്. അപ്പം നമുക്ക് ഈ രണ്ട് ഭാഷകൾ, ഏത് ഗുരുവും സാധനയും. ഇവിടെ നമ്മൾ ഏത് ശബ്ദമാണ് പറഞ്ഞത് നേരത്തെ? അതിന് പകരം ഏത് ഭാഷയാണ് പറഞ്ഞത്? ചിത്തലയത്തോടുകൂടി നാമജപം, ചിത്തലയത്തോടുകൂടിയ നാമജപം. ഇതെപ്പോഴും നമ്മൾ ആവർത്തിക്കുക. അത് നമ്മുടെ ജീവിതത്തിലുണ്ടല്ലോ. എന്തിനാ ഇത് പറയണേ ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ യാന്ത്രികമായി നാമജപം എന്ന് പറഞ്ഞ് ശീലിച്ചപ്പോൾ എന്തായി? നാമവും ചിത്തവും തമ്മിൽ ബന്ധമില്ലാതെ പോയി. നേരെ മറിച്ച് നിങ്ങൾ നാമജപത്തിൻ്റെ മുമ്പിൽ ചിത്തലയം വെച്ചാലോ, നിങ്ങളുടെ ഉള്ളിൽ ഓർമ്മ വന്നു, ഞാൻ നാമം ജപിക്കുന്നതിന് മുമ്പ് എൻ്റെ മനസ്സതിൽ ലയിക്കണം, എന്നാലേ ഞാൻ ജപിച്ചതിന് പ്രയോജനമുള്ളൂ. അപ്പം നമ്മളെ ലയിക്കുമ്പോൾ നമ്മൾ ആ അറിവുള്ളവരാവണം. ഇനി കൂടുതൽ നമ്മൾ അതിലേക്ക് ഇറങ്ങിച്ചെല്ലണം. അതെന്താണ്? ഗുരുവരുളാലേ ദേവകളുമരുൾ ചെയ്യുക ഭൂസുരരും. അപ്പം ഇവിടെ ഈ ഹരിനാമകീർത്തനത്തിലൂടെ ഓർമ്മിപ്പിക്കുകയാണ്, ഇതിന് നമുക്ക് എന്ത് വേണം? ഒരു അനുഗ്രഹം വേണം. ദേവകളും അനുഗ്രഹിക്കണം, ഭൂസുരരും അനുഗ്രഹിക്കണം. അപ്പം ദേവന്മാര് എന്ന ശബ്ദത്തിന് ഇവിടെ അർത്ഥം ഇന്ദ്രിയങ്ങൾ എന്നാണ്, സൂക്ഷ്മമായ അർത്ഥം. ദേവൻ എന്നതിനർത്ഥം ദിവ് എന്നാണ് റൂട്ട്. ദിവ് എന്ന് പറഞ്ഞാൽ പ്രകാശിക്കുക എന്നാണ്. അപ്പം നമുക്ക് അറിവിനെ പ്രകാശിപ്പിച്ചു തരുന്ന ഇന്ദ്രിയങ്ങളെയാണ് ഇവിടെ ദേവന്മാര്. പൊതുവേ നമ്മളുണ്ടല്ലോ, ഹിന്ദുക്കൾ കുറേ വാക്കുകളെ തെറ്റായി മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഇന്ദ്രൻ, അതുപോലെ തന്നെ വരുണൻ, അങ്ങനെയൊക്കെ പറയുമല്ലോ പലരെയും. ഏത് ദേവന്മാരുണ്ടോ അവരൊക്കെ നമ്മുടെ ഇന്ദ്രിയങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നവരാണ്. പ്രപഞ്ചവും പ്രപഞ്ചത്തിലുള്ളതും നമ്മളും തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ടുണ്ടെങ്കിൽ സൂര്യദേവൻ എന്ന് പറയുമ്പോൾ നിങ്ങളെ കണ്ണിനെ നിങ്ങൾ കാണണം. അതുകൊണ്ടാണ് നിങ്ങൾ പുരുഷ സൂക്തം ചൊല്ലുമ്പോൾ അവിടെ വളരെ വ്യക്തമായി എഴുതി വച്ചിരിക്കുന്നത്. എന്താ എഴുതി വച്ചിരിക്കുന്നത് അറിയോ? പുരുഷ സൂക്തത്തിൽ അങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് എവിടെയെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? എന്താണ്? ചക്ഷു സൂര്യോ അജായത്, പിന്നെ ചന്ദ്രമാ മനസ്സോജാത്. അപ്പൊ ചന്ദ്രനെ ഏതുമായിട്ട് കണക്ട് ചെയ്തു? മനസ്സായിട്ട് കണക്ട് ചെയ്തു. പിന്നെ മുഖാദിന്ദ്രശ്ച അഗ്നിശ്ച. അപ്പൊ അഗ്നിദേവനും ഇന്ദ്രനും എവിടെയാണ്? നമ്മുടെ മുഖമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ദ്രിയങ്ങളാണെന്നർത്ഥം. അപ്പൊ അഗ്നി വാക്കാണ്. ഇന്ദ്രനാണെങ്കിലോ പ്രാണനാണ്. കാരണം നമുക്ക് വാക്ക് പ്രകടിപ്പിക്കണമെങ്കിൽ പ്രാണശക്തി വേണം. അപ്പം ഇന്ദ്രൻ അവിടെ പ്രാണശക്തിയിട്ട് വെച്ചിരിക്കുകയാണ്. ഇങ്ങനെ നമ്മുടെ ശരീരത്തിലുള്ള ശക്തികളെ മുഴുവൻ ദേവന്മാരായി സങ്കല്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ ദേവൻ എന്ന വാക്കിന് എപ്പോഴും നാം അർത്ഥം ഗ്രഹിക്കേണ്ടത് ഇന്ദ്രിയങ്ങളാണ്. അപ്പോൾ ഈ നാമജപത്തിന് അനുകൂലിക്കണം? ഇന്ദ്രിയങ്ങൾ അനുകൂലിക്കണം. എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങൾ അനുകൂലിക്കുക എന്ന് പറഞ്ഞാൽ ശരീരവും ഇന്ദ്രിയങ്ങളും നമ്മുടെ ഈ ജപത്തോട് നമുക്ക് അനുസരിച്ച് നിന്നാൽ മാത്രമേ നമുക്ക് നാമജപത്തിൽ കുറേ നേരത്തേക്ക് മുഴുകിയിരിക്കാൻ പറ്റുള്ളൂ. അപ്പം അതുകൊണ്ടാണ് ആദ്യം നമ്മൾ ശരീരം ശാന്തം ഉപാസീത്. വെപ്രാളപ്പെട്ടിട്ടൊന്നും ജപിച്ചിട്ട് കാര്യമില്ല. ഈ ആളുകളുണ്ടല്ലോ ഗുരുവായൂർ അമ്പലത്തിലൊക്കെ കാണാൻ നടന്നിങ്ങനെ പരിക്രമം ചെയ്യാന്നാണ്, അതിന് പരാക്രമമാണ്. അവർ ഓടി ബഹളം വെച്ച് എന്നിട്ട് നാരായണ നാരായണ എന്നറിയിട്ടൊന്നും കാര്യമില്ല. നിങ്ങൾ കുട്ടികളിലൊക്കെ കാണാൻ പറ്റും. ചില കുട്ടികളെയൊക്കെ അമ്മമാരെ ബ്ലൈൻഡ് ബിലീഫ് പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട്.
അപ്പോൾ ഈ പൂജാമുറിയിൽ നിന്നിട്ട് ചന്ദനത്തിന് ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി നാമം ജപിച്ചോ അല്ലെങ്കിൽ നിന്നിട്ട് കുറേ ചൊല്ലി പറഞ്ഞിട്ടോ അതും ശ്രദ്ധയില്ല, മനസ്സെവിടേക്കോ പോവുകയാണ്. അങ്ങനെ ഒരു അൺസ്റ്റഡി മൈൻഡോടുകൂടി ഈ സാധനാഭ്യാസങ്ങളൊന്നും ചെയ്തിട്ട് കാര്യമില്ല. എന്തിനാ നാമം ജപിക്കുന്നത്? ആ ഭാഷ നിങ്ങൾ മറക്കരുത്, മരിച്ചാലും മറക്കരുത്. എന്താണ്? ചിത്തലയത്തോടുകൂടിയ നാമജപം. ചിത്തലയം എന്നുള്ള വാക്ക് പറഞ്ഞിട്ടേ നാമജപം പറയാം. അപ്പം ഈ ചിത്തലയം സംഭവിക്കണമെങ്കിൽ ശരീരവും ഇന്ദ്രിയങ്ങളൊക്കെ ഒന്ന് സ്വസ്ഥമാവണം, ശാന്തി. അങ്ങനെ ഒരു സ്വസ്ഥതയിൽ വേണം നമ്മുടെ മനസ്സിനെ ഏകാഗ്രം. അതിന് ഇന്ദ്രിയങ്ങൾ നമ്മളെ അനുഗ്രഹിക്കണം, വേണ്ടേ? ശരീരം അനുഗ്രഹിക്കണം. ഇനി ഭൂസുരരും അനുഗ്രഹിക്കണം. ഭൂസുരൻ എന്ന് പറഞ്ഞാൽ പഴയ കാലത്ത് ഭൂസുരൻ, ഭൂമിയിലെ സുരന്മാരെ, ഭൂമിയിലെ ദേവന്മാരെ പണ്ട് ബ്രാഹ്മണരെന്നാ പറയാം. ബ്രാഹ്മണരെ ഭൂസുരൻ എന്ന് പറയും. ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഋഷിവര്യന്മാരൊരിക്കലും ബ്രാഹ്മണൻ എന്നത് ജന്മം കൊണ്ട് കൊടുത്തതല്ല. ഭൂ എന്നതിന് അറിവ് എന്ന് തന്നെയാണ് അർത്ഥം. അതിൽ രമിക്കുന്ന ഭൂസുര, സുരൻ എന്ന് പറഞ്ഞാൽ സുരമേധി, അറിവിൽ രമിക്കുന്ന ആളുകളെയാണ് ഭൂസുരന്മാർ. അതായത് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മൾ ഈ സാധനാനുഷ്ഠാനം ചെയ്യുമ്പോൾ ഇടയ്ക്കിടയ്ക്കിടയ്ക്കിടയ്ക്ക് നമുക്ക് സത്സംഗവും വീണ്ടും വീണ്ടും നമ്മൾ അറിവിനെ ഗ്രഹിച്ചു കൊണ്ടിരിക്കണം. കാരണം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കേട്ടതെല്ലാം മറന്നുപോയി യാന്ത്രികതയിലേക്ക് കടന്നു പോയാൽ പിന്നെ നമ്മൾ ചെയ്യുന്നതൊന്നും ഫലമുണ്ടാവാതെ പോകും. അപ്പം ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് നമ്മളെ ഒന്ന് എന്ത് ചെയ്യണം? ഓർമ്മിപ്പിക്കണം. ആ ഓർമ്മിപ്പിക്കുന്ന ആളുകളെയാണ് ഭൂസുരന്മാരെന്ന് പറയുക. അതുകൊണ്ടാണ് ശങ്കരാചാര്യസ്വാമികൾ നമ്മളോട് പറയും സത്സംഗത്തെ നിസ്സംഗത്വം. ഇടയ്ക്കിടയ്ക്ക് സത്സംഗം വേണം. അതാണ് പണ്ട് കാലത്ത് നമ്മുടെയൊക്കെ വീടുകളിലുണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു കൾച്ചർ ഉള്ളത് നശിപ്പിച്ചു പോയി. ഇപ്പം രാവിലെ എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് അവനവൻ്റെ സാധന ചെയ്യും. അത് കഴിഞ്ഞാൽ വൈകുന്നേരം എല്ലാവരും സത്സംഗമാണ്. അപ്പം പഴയ കാലത്ത് അച്ഛനമ്മമാർ, മുത്തശ്ശിമാരൊക്കെ അവരൊരു ഗുരുക്കന്മാരെ പോലെ കാര്യങ്ങളെല്ലാം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമായിരുന്നു. ആ കാലഘട്ടത്തിൽ അവർക്ക് അതിനെക്കുറിച്ച് വേണ്ടത്ര ഒരു അറിവുണ്ടായിരുന്നു. കാരണം അവരിതൊക്കെ മഹാന്മാരിൽ നിന്ന് കേട്ടിട്ടുണ്ട്. എന്നാൽ പിൽക്കാലത്ത് അതെല്ലാം നഷ്ടപ്പെട്ടതിന് ശേഷം ടി വിയും കൂടെ വന്നതോടുകൂടി ഈ മുത്തശ്ശി എന്ന് പറയുന്ന സാധനം ഒരു ടി വി പുഴുവായി മാറി. ടി വിയുടെ മുന്നിലിരിക്കുന്ന ഒച്ചിനെ പോലൊരു സാധനമായി മാറി. അപ്പം അത് കണ്ട മരുമകളുടെ സീരിയലും മരുമകൾ അവളുടെ കുറ്റവും അങ്ങനെ ഈ പാമ്പിനെ കൊല്ലിക്കുന്നതും വിഷം കൊടുത്ത് കൊല്ലിക്കുന്നതൊക്കെ പഠിച്ച് പിന്നെ മകന് ഇതിൻ്റെ പരിശീലനം കൊടുക്കുന്നത്. ഏതിൻ്റെ? എങ്ങനെ മരുമകളെ ദ്രോഹിക്കുക എന്നുള്ളതാണ് ഈ മുത്തശ്ശി എന്ന് പറയുന്ന സാധനത്തിൻ്റെ ജോലി. എല്ലാ അമ്മമാരും അങ്ങനെയാണെന്നല്ല പറയണത്. കുറേ ആളുകളൊക്കെ അതപ്പതിച്ചിട്ടുണ്ടോ? പറയൂ. അവരുടെ ജീവിതത്തിൽ വളരെയധികം ഈ ടി വി വന്നതിന് ശേഷം അവർ വളരെ വഴുതിറ്റിപ്പോയി. കാരണം അവർക്ക് ആത്മീയതയിലൊന്നും വലിയൊരു താല്പര്യമില്ല. കാരണം അവർ അമ്പലത്തിൽ പോകുന്നുണ്ടെങ്കിലും വെറുതെ പൊട്ടനെ പോലെ, പൊട്ടൻ എന്ത് കണ്ട പോലെ, അങ്ങനെ ഒരു ഭാഷ ഉണ്ടല്ലോ, പൊട്ടൻ സർക്കസ് കണ്ട പോലെയോ എന്തോ അങ്ങനെ ഒരു ഭാഷയുണ്ട്. അതായത് ഒരു അതിലൊരു ഇൻവോൾവ്മെൻറ്റും ഇല്ല. അമ്പലത്തിൽ വൈകുന്നേരം ദീപാരാധനയ്ക്ക് പോകും. നമ്മൾ വിചാരിക്കും ഭക്തിയിലാണ് പോണതെന്ന്. ഒറ്റ ചിന്തയുള്ളൂ, സീരിയൽ തുടങ്ങുന്നതിന് മുമ്പ്. അപ്പം നോക്കുക, അവർക്ക് ഏറ്റവും ഇൻവോൾവ്മെൻ്റ് ഇതിലായിരുന്നു, സീരിയലാണ്. അപ്പം ഇതാണ് മക്കൾ കണ്ട് വളരുന്നത്. ഈ അമ്മയെ അവരെങ്ങനെ മുത്തശ്ശി എന്നൊക്കെ വിളിക്കുക. അപ്പം അവരുടെ ഭാഷ മാറി തള്ളയെന്നൊക്കെ വിളിക്കാൻ തുടങ്ങി. കാരണം ബഹുമാനം ഇല്ലാതെയിപ്പോയി. അപ്പം അതുകൊണ്ട് പ്രായമാകും തോറും ജ്ഞാനവൃദ്ധന്മാരാവണം. പ്രായമാകും തോറും ജ്ഞാനവൃദ്ധരാവണം, ശരീരവൃദ്ധരല്ല ആവേണ്ടത്. ജ്ഞാനവൃദ്ധരാവുന്ന ആളുകളെയാണ് ഭൂസുരൻ എന്ന് പറയുക. ഭൂസുരൻ ഒരിക്കലും ജാതി പേരല്ല. ഭൂസുരൻ എന്ന് പറഞ്ഞാൽ ജ്ഞാനത്തിൽ രമിക്കുന്നവൻ ആരോ അവൻ ഭൂസുരനാണ്. ഭൂ എന്നതിന് സംസ്കൃതത്തിൽ ഭ എന്നതിന് പ്രകാശം എന്നാണ് അർത്ഥം. പ്രകാശം എന്ന് പറഞ്ഞാൽ ഏത് പ്രകാശം? ജ്ഞാനപ്രകാശം. അപ്പം അവനവനവനെ കുറിച്ചുള്ള അറിവ്. ഞാൻ നേരത്തെ പറയില്ലേ, നാമം ജപിക്കുന്നത് എന്തിനാണ്, എങ്ങനെയാണ് ജപിക്കേണ്ടത്, ഇതെല്ലാം സ്വയം അറിഞ്ഞ് അനുഭവിക്കുന്ന ആളുകളെയാണ് ഭൂസുരനായി തീരുക.
അപ്പൊ ഇങ്ങനെയുള്ള ഭൂസുരന്മാർ വേണം എന്ത്, മറ്റുള്ളവർക്ക് വീണ്ടും ഗൈഡൻസ് കൊടുക്കാൻ. അങ്ങനെയുള്ളൊരു ഗൃഹങ്ങളാണ് എങ്കിൽ ആ വീടുകളിലൊക്കെ വൈകുന്നേരം സാധനകളും അനുഷ്ഠാനങ്ങളും സത്സംഗവും ഉണ്ടായിരിക്കും. ഇതല്ലേ ശരിക്കുള്ള ഹിന്ദു സംസ്കാരം? ഇതൊക്കെ നഷ്ടപ്പെട്ടു പോയപ്പോഴാണ് ഇന്ന് നാം കെ വാസ് എന്ന് പറഞ്ഞ പോലെ പേരിൽ മാത്രം ഹിന്ദുവും ജീവിതവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. നോക്കൂ, നമ്മൾ എത്ര അധപ്പതിച്ചു നോക്കൂ നിങ്ങൾ. ഒരു മുസ്ലിം കുട്ടിക്ക് ഇസ്ലാം മതത്തെക്കുറിച്ച് അറിയുന്ന പോലെ, ഒരു ക്രിസ്ത്യൻ കുട്ടിക്ക് ബൈബിളിനെ കുറിച്ച് അറിയുന്ന പോലെ, ഹിന്ദുവിന് അവൻ്റെ ആചാര അനുഷ്ഠാനങ്ങളെക്കുറിച്ച് ഒന്നും അറിയില്ല. മനസ്സിലായില്ലേ? അതുകൊണ്ട് എന്തായി, കുറേ പെൺപിള്ളേർ കല്യാണമൊക്കെ പ്രേമിച്ച് കല്യാണം കഴിച്ചു. കുറേ ക്രിസ്ത്യൻ യുവാക്കളുടെ കൂടെ പോയി, കുറേ മുസ്ലിം യുവാക്കളുടെ കൂടെ പോയി. അവസാനം കുറേ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്, ആദ്യം പ്രേമത്തിനായിരുന്നു പ്രാധാന്യം, പിന്നെ അവർ മതത്തിലേക്ക് മാറി. അവർ കുത്താൻ തുടങ്ങി. നിങ്ങൾ ഈ മതത്തിലേക്ക്, കാരണം ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് മരിച്ചു കഴിഞ്ഞാൽ അവരെ ബോഡി കൊണ്ടുവയ്ക്കണമെങ്കിൽ ക്രിസ്ത്യാനി ആവണം. അപ്പം പിന്നെ ആ കുട്ടി വന്നു കഴിഞ്ഞാൽ കുട്ടിക്ക് സ്വാഭാവികമായിട്ടും ഒരു മതം വേണം. അപ്പം ഇവൻ അതിനെ മാമോദിസ മുക്കിക്കഴിഞ്ഞാൽ പിന്നെ കുട്ടി ക്രിസ്ത്യനാണ്, അപ്പം പിന്നെ അമ്മയും ക്രിസ്ത്യനായി. അങ്ങനെ എത്ര കുട്ടികൾ പോയി എന്നറിയോ? എന്നിട്ട് കുറേ കഴിഞ്ഞിട്ടാണ് കുറ്റബോധം വരുന്നത്. അപ്പം കഴിഞ്ഞ ഒരു 2-3 മാസം ഇതൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് ഒരു പെൺകുട്ടി ഇസ്ലാം മതത്തിലേക്ക് പോയിരുന്നു. അവളിപ്പോൾ തിരിച്ച് ഹിന്ദു ആവുകയാണ്. അപ്പോൾ അവൾക്ക് മതി ക്രിസ്ത്യൻ ഇസ്ലാം മതമൊക്കെ മതി അവൾക്ക്. കാരണം അവൾക്ക് പൊട്ടത്തരങ്ങളും വെറും പൊട്ട കാര്യങ്ങളും എഴുതി വെച്ചു. അവൾക്കത് മനസ്സിലായി, ഇതൊക്കെ വെറും സ്ത്രീകളെ ചൂഷണം ചെയ്യുന്ന കുറേ കാര്യങ്ങളാണ് എഴുതി വെച്ചത്, അതിലൊന്നും ഒരു കാര്യമില്ല. ഇപ്പം അവൾ തിരിച്ച് ഹിന്ദു ആവുകയാണ്. അപ്പോൾ ആ പെൺകുട്ടി ചോദിച്ചൊരു ചോദ്യമാണ്, ഈ ഹിന്ദുമതം ഇത്ര മഹത്വമുള്ള മതമാണെന്ന് ഇസ്ലാം മതം മനസ്സിലാക്കിയതിന് ശേഷം എനിക്ക് പഠിക്കേണ്ട ഗതികേട് എന്തേ ഉണ്ടായതെന്ന്. ആരുണ്ടാക്കി വെച്ചു? ഈ ഹിന്ദു എന്ന് പറയുന്ന സമൂഹം ഉണ്ടാക്കി വെച്ചതാണ്. അതായത് അമ്പലത്തിൽ പോയി തൊഴുത് വെറുതെ അന്ധമായി ജപിക്കുക എന്നല്ലാതെ ഇതെന്തിനാണ് ജപിക്കുന്നതെന്ന് പോലും പറഞ്ഞു കൊടുക്കാനുള്ള പ്രാപ്തിയുള്ള അച്ഛനമ്മമാർ ഇല്ല എന്നതാണ് നമ്മുടെ ദുരിതം. വെറുതെ മക്കളെ ഉണ്ടാക്കി വെച്ച് അതിനെ അമ്പലത്തിൽ കൊണ്ടുപോയി ചന്ദനക്കുറി തൊടിപ്പിച്ച ഭക്തിയാവില്ല. ഇതൊക്കെ നമ്മൾ ശാസ്ത്രീയമായി ഒന്ന് മനസ്സിലാക്കി കൊടുക്കണ്ടേ? അതൊക്കെ ഇല്ലാത്തതിൻ്റെ ദുരിതമാണ്. ഇന്നലെ എനിക്കൊരു ആൾ മെസ്സേജ് അയച്ചിരിക്കുകയാണ്. വയനാട്ടിൽ ഒരു നല്ല കുടുംബത്തിൽപ്പെട്ട ഹിന്ദു പെൺകുട്ടി അവിടുത്തെ ഒരു മുസ്ലിം പയ്യനുമായിട്ട് കല്യാണം ഉറപ്പിച്ചിരിക്കുകയാണ്. ആ വീട്ടുകാരൊക്കെ അപ്സെറ്റ് ആവണം. കാരണം ഇത്രയും കാലം അമ്പലത്തിൽ മാത്രം തൊഴുതുപോയതിൻ്റെ ദുരിതം അനുഭവിക്കുകയാണ്. മകള് പ്രേമത്തിലേക്ക് വീഴുമെന്നും മകള് നാളെ മുസ്ലിം ആവുമെന്നും ഈ അമ്മയ്ക്കും അച്ഛനും ചിന്തിക്കാൻ പറ്റിയില്ല. എന്നിട്ട് ഇപ്പോൾ കരഞ്ഞിട്ട് എന്താ കാര്യം? ഇതെല്ലാം ചെറുപ്പത്തിൽ പറഞ്ഞു കൊടുക്കേണ്ടതിന് അപ്പം പറയും ഞങ്ങൾക്കാരും പറഞ്ഞു തന്നില്ല, ഞങ്ങൾക്കിതൊന്നും അറിയില്ല. അതുതന്നെയാണ് നമ്മുടെ ശാപം എന്ന് പറയുന്നത്, ഹിന്ദുവിൻ്റെ ദുരിതം എന്ന് പറയുന്നത് അതാണ്. അപ്പം അതുകൊണ്ട് മാറണം. അതുകൊണ്ട് ഭൂസുരരും എല്ലാവരും എന്ത് ചെയ്യണം? ഇതിലേക്കൊക്കെ നമ്മുടെ മനസ്സിനെ കൊണ്ടുവരാനൊന്ന് അനുഗ്രഹിക്കണം. എന്നിട്ടോ ഭൂസുരരും നരനായി ജനിച്ചു ഭൂവി മരണം ഭവിപ്ലവ്. നമ്മളൊക്കെ നരനായി ജനിച്ചവരാണ്. ഈ നരൻ എന്ന വാക്ക് അതൊരു വളരെ പ്രധാനപ്പെട്ട വാക്കാണ്. നരൻ സംസ്കൃതത്തിൽ ഓരോ ശബ്ദവും നോക്കിക്കഴിഞ്ഞാലല്ലോ എന്തൊരു അർത്ഥത്തിലാണ് എഴുതി വെച്ചത്. നരൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നരയുള്ളവനല്ല. നര വരാൻ പോകുന്നവനാണോ നരൻ? നരൻ എന്ന വാക്കിന്, നരൻ എന്ന വാക്ക് പൊതുവെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുന്നത് ഇങ്ങനെയിരിക്കും, നാരായണ അംശമാണ് നരൻ. ആരാണ്? അപ്പം അങ്ങനെ ഒരു ശബ്ദമുണ്ടല്ലോ നമുക്ക്. ഏതാണ് ആ ശബ്ദം? ഭഗവാൻ കൃഷ്ണനെയും അർജുനനെയും ഒരു പേര് വിളിക്കുമല്ലോ, നരനാരായണന്മാരെന്നൊരു പേര് വിളിക്കും ഇല്ലേ? നാരായണന്മാര്. അപ്പം നരൻ എന്ന ശബ്ദത്തിന് അർത്ഥം എന്താണ്? നാരായണനിൽ ഇരിക്കുന്നവൻ നരൻ, അല്ലെങ്കിൽ നാരായണ അംശമായിരിക്കുന്നവൻ ആരോ അവൻ നരൻ. ശബ്ദമൊക്കെ ശ്രദ്ധിക്കണം. എന്താണ്? നാരായണ അംശമായിട്ടിരിക്കുന്നവൻ നരൻ. അപ്പൊ നാരായണൻ ആരാണ്? അംശം എന്താണ്? ഇതൊക്കെ പഠിക്കണ്ടേ, ഇതൊക്കെ മനസ്സിലാക്കണ്ടേ? അവിടെയാണ് നമുക്ക് ഈ വേദാന്ത പഠനം വളരെ സഹായകമാവുന്നത്. ഞാൻ ആവർത്തിച്ച് പറയുകയാണ് നിങ്ങളോട്,
നമ്മൾ ഓരോരുത്തരും നമ്മളെ ഞാൻ ഞാൻ എന്ന് പറഞ്ഞ് സൂചിപ്പിക്കുമ്പോഴൊക്കെ ഈ ഞാൻ എന്ന് നിങ്ങൾക്ക് പറയുന്നതിൽ രണ്ട് ഭാവമുണ്ട്. ഒന്ന് ഞാൻ എന്ന് പറയുമ്പോഴുള്ള ബോധവും, രണ്ട് ഞാൻ എന്ന് പറയുന്നതിലുള്ള രണ്ടാമത്തെ ഒരു രൂപത്തോടു കൂടിയ മനുഷ്യൻ ആണോ പെണ്ണോ എന്നുള്ളൊരു ഐഡന്റിഫിക്കേഷനും ആകാരവും ഉണ്ട്. ബോധവും ഒരാകാരവും ചേർന്നുകൊണ്ടാണ് നമ്മളെപ്പോഴും ഇപ്പം ഞാൻ എന്ന് നിങ്ങൾ സ്വയം ഒന്ന് കണ്ണടച്ച് നോക്കൂ. ഞാൻ 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 എന്ന് പറയുമ്പോൾ ആ പറയുന്നതിൽ ആദ്യം നമുക്ക് ഞാനെന്ന് പറയാൻ എന്ത് വേണം? അടിസ്ഥാനം നമുക്ക് എന്ത് വേണം? ബോധം വേണം. രണ്ടാമത് ഞാൻ എന്ന് പറയുമ്പോൾ നമ്മൾ സൂചിപ്പിക്കുന്ന ഒരു രൂപമുണ്ട്, ആണിൻ്റെയോ പെണ്ണിൻ്റെയോ രൂപമുണ്ട്, ഉണ്ടോ? അപ്പോൾ ആ രണ്ടാമത്തെ ഭാഗവും ആദ്യത്തെ ഭാഗവും എന്താണ്? എവിടുന്നാണ്? ആദ്യത്തെ ഭാഗം ബോധമാണ്. ബോധത്തിലിരുന്നു കൊണ്ടേ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ? ഞാൻ. അതാണ് പലപ്പോഴും നമ്മൾ അവഗണിക്കുന്നത്. കാരണം ഈ ഞാൻ എന്ന് പറയുന്നതിലെ ബോധത്തെ നമ്മളാരും കാണുന്നില്ല. ഈ ബോധമുള്ളത് കൊണ്ടാണ് എനിക്ക് ഞാൻ എന്ന് പറയാൻ സാധിക്കുന്നത് നമ്മളാരും അറിയുന്നില്ല. അപ്പം രൂപമില്ലാത്ത ഞാനെന്ന തത്വത്തിൽ, ആ ഒരു ഭാവത്തിൽ പിന്നെ ഞാനെന്ന് പറയണമെങ്കിൽ, ഞാനെന്നൊരു വളരെ ശ്രദ്ധിക്കും, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയണം. നിങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഞാനെന്ന് പറയുമ്പോൾ ഉണ്ട്, ജീവനോടുകൂടി ഉണ്ട് എന്നൊരു ഫീലിംഗ് നമുക്ക് ആദ്യമുണ്ട്. ജീവനോടുകൂടി ഇപ്പം ഞാനിവിടെ ഉണ്ട്, ആ ഫീലിംഗ് നമുക്കാരാ തരുന്നത്? ഇപ്പം ഞാനിവിടെ ഉണ്ട്, ജീവനോടെ ഉണ്ട്, ആ ഫീലിംഗ് ആരാ തരുന്നത്? ബോധമാണ്. അപ്പം ആദ്യം വരുന്നത് ചിന്തയാണോ ബോധമാണോ? ഫീലിംഗ് ആണോ വരുന്നത്, ചിന്തയാണോ വരുന്നത്? നിങ്ങൾക്ക് നിങ്ങളുണ്ട് എന്ന് പറയാൻ ചിന്തിക്കേണ്ടതുണ്ടോ? ചിന്തിക്കണോ? വേണ്ട. നിങ്ങൾക്ക് നിങ്ങളുണ്ട്. നിങ്ങൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ? നോക്കൂ, നിങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയോ? ഒന്ന് നോക്കട്ടെ, ചിന്തിച്ച് നോക്കട്ടെ, ഞാനൊന്ന് ആലോചിച്ച് നോക്കട്ടെ ഞാനുണ്ടോ എന്ന്. നിങ്ങളൊരു ബാങ്കിൽ അല്ലെങ്കിൽ ഒരാളെ കാണണോ, ആൾ ചോദിക്കുന്നു എന്താ, ആരാ നിങ്ങളെന്ന്. അപ്പോൾ നിങ്ങൾ പറയും ഞാനൊന്ന് ആലോചിക്കട്ടെ, ഒരു മിനിറ്റ് ഇട്ടോ, ഞാനൊന്ന് ആലോചിച്ചിട്ട് പറയാം ഞാൻ ആരാന്ന്. അപ്പം തന്നെ അവർക്ക് മനസ്സിലാവും നിങ്ങൾ ആരാ ശരിക്കും എന്നുള്ളത്. കാരണം ആലോചിച്ച് വരുന്ന ഒരാളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്തൊക്കെയോ ചില നട്ടും ബോൾട്ടും പോയ ആളുകളെ അങ്ങനെ, അല്ലാത്തവർക്ക് ചിന്തിക്കേണ്ട കാര്യമുണ്ടോ? കാരണം അത് സ്പോണ്ടേനിയസ് ആണ്. ഞാനുണ്ട് എന്നത് ചിന്തിക്കേണ്ടതില്ല, അതൊരു ഫീലിംഗ് ആണ്, അല്ലേ? അനുഭവമാണ്. ഈ അനുഭവം ഏതുള്ളത് കൊണ്ടാണ്? ബോധമുള്ളത്. ബോധത്തെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. ഇനി രണ്ടാമത്തെ ഭാഗം വരുമ്പോഴാണ് ചിന്ത വരുന്നത്. ഞാൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ഇന്ന വ്യക്തി ഞാൻ എന്ന് പറയുമ്പോൾ ഒരു ആകാരം, ഒരു രൂപത്തെ നമ്മൾ സൂചിപ്പിക്കേണ്ടതുണ്ട്. രൂപത്തെക്കുറിച്ച് സൂചിപ്പിക്കണമെങ്കിൽ ആര് വേണം? നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ആണാണോ പെണ്ണാണോ എന്ന ഒരു ചിന്ത വേണം. അപ്പം ഞാൻ എന്ന് പറയുമ്പോൾ നിങ്ങളിൽ ആ ഒരു അഭിമാനം വെച്ചുകൊണ്ടാണ് നിങ്ങൾ പറയുക. ബോധവുമുണ്ട്, ഒരു അഭിമാനവുമുണ്ട്. ഞാൻ ആണാണോ പെണ്ണാണോ എന്നൊരു ബോധം മാത്രമാണോ? നിങ്ങളൊന്ന് സൂക്ഷ്മമായി ചിന്തിച്ചു നോക്കൂ, നിങ്ങൾക്കത് കണ്ടുപിടിക്കാൻ പറ്റും. ഞാൻ എന്ന് പറയുന്നതിൽ ഒരു ബോധവുമുണ്ട്. ആ ചിന്ത എന്നുള്ളതിന് കുറച്ചുകൂടി നല്ല വാക്കൊരു അഭിമാനം. ഞാൻ ഇന്ന ആളാണെന്നൊരു അഭിമാനമുണ്ട്. ആ അഭിമാനം നമുക്കുണ്ടാക്കുന്നത് ചിന്തയാണ്. കാരണം ചിന്തയിലൂടെ മാത്രമേ നമുക്ക് ആ അഭിമാനം കൊണ്ടുവരാൻ പറ്റുള്ളൂ. എന്നാൽ ഉണ്ട് എന്ന ബോധത്തെക്കുറിച്ച് ചിന്തിക്കാൻ ചിന്തയുടെ ആവശ്യമില്ല.